ഇതും എന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? കൗണ്ടറിലെന്താ നിനക്ക് പണി? ഓ, നിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന കളിക്കാനല്ലേ? എടാ ജോണി, എന്താണ് എന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാൻ? ചുണയുണ്ടെങ്കിൽ കയറി കൊത്താൻ നോക്കടാ, എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരിപ്പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞു നടക്കാതെ. ജോണി, നമ്മള് ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ, അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല്. ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും, ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ അതങ്ങ് വിട്ടേ. സാറ് കാണുന്ന പോലെ തന്നെ. എന്താ എന്താ പറഞ്ഞ? സാറ് പെണ്ണുങ്ങളെ കാണുന്നതുകൊണ്ട് ഞാനും കാണണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഗുഡ് ബൈ. നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു, റൊമാൻസിലായിരുന്നില്ല. നീ എങ്ങും പോകണ്ട. റോട്ടി നോക്കി നടന്നോടാ. യു ആർ ഇൻ റോങ് സ്പീഡ്. എന്തു പറ്റി? ഒന്നുമില്ല. ആ പയ്യൻ ചത്തുപോയനെ. വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആവരുത്. വെയിറ്റ്. മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കം ഓൺ, ഐ വിൽ ട്രൈ. പേടിക്കണ്ട, എന്റെ മനസ്സ് മറ്റങ്ങും പോയി. എന്തിനാ ഇവിടെ നിർത്തിയത്? വഴി തെറ്റിയെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്താ? പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താ വണ്ടി നിർത്തിയത്? റേഡിയേറ്റർ വെള്ളം കഴിഞ്ഞാൻ തോന്നുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചേ. ബക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്തേക്കാം. അവിടെയുണ്ട് വെള്ളം. ഇറ്റ്സ് എ വെരി ഗുഡ് കളർ ഫോട്ടോഗ്രാഫ്. നന്നായിട്ടുണ്ടോ? ഞാനെടുത്തതാ. മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാ. കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണമെങ്കിൽ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഷുവർ.
ആ പാലസിന്റെ പിന്നിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട്. ശരി, പോ. ഈ കൊട്ടാരത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, കാലം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ആ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ. യൗവനത്തിന്റെ തിളയ്ക്കുന്ന ലഹരിയിൽ, നഗ്നതയിൽ പൊതിയുന്ന കുളിരിൽ മതിച്ചുല്ലസിക്കുന്ന കുമാരിമാരെ നോക്കി പലപ്പോഴും ഈ ഓളങ്ങൾ കോരിത്തെറിച്ചിട്ടുണ്ടാവും. ഈ ചന്ദനപ്പടവുകൾ മാടി വിളിക്കുന്നത് കാൽച്ചിലമ്പുകൾ അനക്കി കൈവളകൾ കിലുക്കി പാടി നടന്നിരുന്ന ഒരു രാജകുമാരിയുടെ ലോകത്തേക്കാണ്. കാതോർത്ത് നോക്കൂ, ഈ ഇടനാഴികളിൽ, ഈ അകത്തളങ്ങളിൽ അവളുടെ ചുവടുകളുടെ താളം കേൾക്കാം. പ്രായം ഇക്കിളിപ്പെടുത്തിയപ്പോൾ അകതാരിൽ അവൾ അറിയാതെ പ്രേമത്തിന്റെ പൂമുട്ടുകൾ വിടർന്നു. അവളുടെ മനം തേടിയത് കോവിലകത്തെ പുരുഷനെ ആയിരുന്നില്ല, വൃത്തങ്ങൾക്കപ്പുറത്ത് വീർപ്പിന്റെ ചൂരും പച്ച മനസ്സിന്റെ ചൂടുമുള്ള പുരുഷനെയായിരുന്നു. മലയടിവാരത്തിൽ മഞ്ഞണിഞ്ഞൊരു വെളുപ്പാങ്കാലത്ത് അവൾ തേടിയ പൗരുഷത്തിന്റെ പ്രതീകം കുതിരക്കുളമ്പടികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മനസ്സ് തുടിച്ചു, മാരടം തുളുമ്പി. അവനു വേണ്ടി കിളിവാതിൽ തുറന്നിട്ട് രാജകുമാരി കാത്തിരുന്നു. ഒടുവിൽ കുതിരയെ മരിക്കുന്ന ചെറുപ്പക്കാരന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ പെൺകുട്ടി സ്വയം അമർന്നു. നിങ്ങൾ എന്തിനാ ഇത്ര സെന്റിമെന്റിലാവുന്നേ? ഏതായാലും ചെവി ചവിട്ടി, ഇനി തെറിപ്പിക്കാതെ. വരൂ, നമുക്ക് പോവാം. വരുന്നേ, പ്ലീസ്. Come on.